ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക് സ്റ്റേറ്റ്. ഞാൻ സ്വാതി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തെ എലിമിനേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ മുൻപത്തെ വീഡിയോസ് കാണാത്തവർക്കായിട്ട് അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്ത് ചോദിക്കുകയോ ചെയ്യുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എലിമിനേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. നമ്മളൊരു 3 പാർട്സ് ആയിട്ടാണ്, എക്സാമ്പിൾ അടക്കം 4 പാർട്സ് ആയിട്ടാണ് ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. വീഡിയോ വല്ലാണ്ട് ലെങ്ത് കൂടാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് ഇടുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലത്തെ പ്രോബ്ലംസ് ഓരോന്നായിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ മെത്തേഡിലെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഇക്വേഷൻസ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ 3x + 4y = 14, 2x - 4y = 2 ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ, വൈയുടെ കോഎഫിഷ്യൻസ് സെയിം ആണ് അല്ലേ? വൈയുടെ കോഎഫിഷ്യൻസ് സെയിം ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈ എന്നുള്ള ഒരു ടേമിനെ അല്ലെങ്കിൽ വൈ എന്നുള്ള ആ വേരിയബിളിനെ അവിടുന്ന് ഒഴിവാക്കി കളയാം. അതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കുക, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അടുത്ത വേരിയബിളും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന വേരിയബിൾ എന്ന് പറയുന്നത് വൈ ആണ്. കാരണം എന്താണ്, വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 4 ആണ്, ഈ ഇക്വേഷനിലും 4 ആണ്. വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ സെയിം ആണ്. അപ്പോൾ വൈയുടെ കോഎഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിഫറെന്റ് ആണ് കേട്ടോ. സോ നമുക്ക് വൈ ഇവിടെ എലിമിനേറ്റ് ചെയ്യാം, വൈയുടെ ടേം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ വൈയുടെ ഒരു കോഎഫിഷ്യന്റിന് നമ്മൾ ഇവിടുന്ന് എലിമിനേറ്റ് ആക്കേണ്ടത്. അതായത് സെയിം നമ്പർ, അതായത് +2 - 2 വന്നു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 0 ആണ്, ആണല്ലോ. -2x + 2x എത്രയാണ് ആൻസർ വരുന്നത്? 0 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈനിൽ ഉള്ള ടേംസ് വന്നു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈൻസിലെ ടേംസ് ആഡ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ? 0 ആയിരിക്കും കിട്ടുക. ആ ടേംസ് അവിടെ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ഇവിടെ +4y -4y ഇതിന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ പ്ലസ്, ഇവിടെ +2x ഇവിടെ പ്ലസ് കൊടുത്തു, ഇവിടെ പ്ലസ്, ദെൻ ഇവിടെയും പ്ലസ് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 3xന്റെ കൂടെ 2xനെ ആഡ് ചെയ്യണം. സോ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 5x എന്ന് കിട്ടും. ഇനി +4y -4y, +4y -4y എത്രയാണ് ആൻസർ വരാം? 0 ആണ് അല്ലേ? ഒരേ ടേംസ് ഡിഫറെന്റ് സൈൻസിൽ വന്ന് ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? 0 ആണ് കിട്ടുക. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? +0 എന്ന് കിട്ടി. ദെൻ 14 + 2 എത്രയാണ്? 16 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അവിടെ സിമ്പിൾ ആയിട്ട് വൈയുടെ ടേം എലിമിനേറ്റ് ആയി പോയി. ഓക്കെ, അപ്പോൾ മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ചെക്ക് ചെയ്യാം. ഇക്വേഷൻസിലെ ഏതെങ്കിലും എക്സോ വൈയോ ആകട്ടെ, ഏതെങ്കിലും ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റോ സെയിം ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്തോ ആഡ് ചെയ്തോ, സൈൻ നോക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണല്ലോ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ രണ്ട് ടേമിനെ, ഒരേപോലുള്ള ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയുക. അങ്ങനെ വൈ എന്നുള്ളൊരു ടേമെ നമ്മൾ അവിടെ നിന്ന്, വൈ എന്നുള്ളൊരു വേരിയബിളെ നമ്മൾ ഈ ഇക്വേഷൻസിൽ നിന്ന് എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇതാണ് എലിമിനേഷൻ മെത്തേഡ്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇതിൽ നിന്ന് 5x = 16 എന്ന് കിട്ടി. ഓക്കെ, ദെൻ എക്സിന് ഇവിടെ നിർത്തിയിട്ട് 5നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സോ എക്സിന് ഇവിടെ നിർത്താം, 5 ഇവിടെ ഇൻറ്റു ആണ്, 5 × x ആണ്. സോ നമുക്ക് x അങ്ങോട്ട് 5 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും.
അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് 16/5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ഈ എക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂവിനെ സെക്കൻഡ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡോ ഫസ്റ്റോ നിങ്ങൾക്ക് ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തിന്? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സോ എക്സ് ഇസ് ഈക്വൽ ടു 16/5 കിട്ടി. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x + 4y = 14. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 16/5 എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് 4y = 14. ദെൻ 3 × 16 എത്രയാണ് വരുന്നത്? 48 എന്ന് വരും. 48/5 പ്ലസ് 4y = 14. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 16 48, 1 × 5 5 എന്ന് കിട്ടി. സോ 48/5 ആണ് ഇവിടെ വരുന്നത്. ദെൻ പ്ലസ് 4y = 14. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ y ഉള്ള ടേം 4y ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യണം? 4y മാത്രം അവിടെ നിർത്താം. ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. സോ 4y = 14. ഇവിടെ പ്ലസ് 48/5 ആണ്. സോ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -48/5. ഓക്കെ, ദെൻ y നമുക്ക് സോൾവ് ചെയ്യാലോ. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4y = ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 14 × 5 70 മൈനസ് 1 × 48 48 ഡിവൈഡഡ് ബൈ 1 × 5 5. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇനി നമ്മുടെ ബേസിക് മാത്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതുപോലെയുള്ള ബേസിക് കാര്യങ്ങൾ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, LCM, HCF, അങ്ങനെയുള്ള ബേസ് പ്രൈം നമ്പേഴ്സ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മാത്സിലെ എല്ലാ ബേസിക് കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വൈകാതെ തന്നെ ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇങ്ങനത്തെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കാണാം. ഓക്കെ, അപ്പോൾ ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ദെൻ 4y = 17 - 48 എത്രയാണ്? 17 നമ്മൾ മനക്കണക്ക് വരട്ടെ. 17 - 40 30 30 - 8 എത്രയാണ്? 22. 22/5. ഓക്കെ, ദെൻ വൈനെ ഇവിടെ നിർത്താം. 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. 22/5 ഇവിടെ ഇൻറ്റു ആണ്. സോ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4. ഓക്കെ, 22 / 20 എന്ന് കിട്ടി. സോ രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ഏതാണ്? 22ലും 20ലും 2 ആണ് അല്ലേ? 2 22ൽ 11 ടൈംസ്, 20ൽ 10 ടൈംസ്. സോ 11/10 ആയിരിക്കും ആൻസർ വരുന്നത്, വൈയുടെ വാല്യൂ. മനസ്സിലായല്ലോ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു? എക്സിൻ്റെ വാല്യൂ 16/5ഉം വൈയുടെ വാല്യൂ 11/10 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു എലിമിനേഷൻ മെത്തേഡിലൂടെ. എലിമിനേഷൻ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ആ ഇക്വേഷൻസിന് നമ്മൾ ചെക്ക് ചെയ്യാം. അതിൽ എക്സിൻ്റെ ടേമോ വൈൻ്റെ ടേമോ സെയിം കോയിഫിഷ്യൻറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എക്സിൻ്റെ ടേമോ വൈയുടെ ടേമോ സെയിം കോയിഫിഷ്യൻറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ വൈയുടെ ടേമാണ്. ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും വൈയുടെ കോയിഫിഷ്യൻറ്റ് സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ വൈയുടെ ടേമിനെ നമുക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ ഓപ്പോസിറ്റ് സൈൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് എക്സാമ്പിളിലെ ക്വസ്റ്റ്യൻ നോക്കാം. x + y = 15, 4x + 2y = 50. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കാം.
ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് നോക്കാം. എക്സിൻ്റെ കോഎഫിഷ്യൻസ് എത്രയാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്. ആണല്ലോ. ഓക്കെ, ആദ്യത്തേൽ 1ഉം 4ഉം ആണ്. സെയിം ആണോ? അല്ല, എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ആ എക്സിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് നോക്കാം വൈയുടെ കോഎഫിഷ്യൻസ്. വൈയുടെ കോഎഫിഷ്യൻസ് ഇവിടെ 1 ആണ്, ഇവിടെ എത്രയാണ്? ഇവിടെ 2 ആണ്. വൈയുടെയും കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ടേമിനെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആണ്. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആയിട്ട് വന്ന രണ്ട് ഇക്വേഷനിലെയും കോഎഫിഷ്യൻസ്, എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് ഒന്നും സെയിം അല്ലാതെ വന്നു കഴിഞ്ഞാൽ, എക്സിൻ്റെയും ഇവിടെ സെയിം അല്ല, വൈയുടെയും സെയിം അല്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സെയിം ആയിട്ട് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു വേരിയബിൾ ഉള്ള ടേമിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുകയോ, രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യേണ്ടത്. ഇവിടെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനെ മറ്റേ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസിനോട് ഈക്വൽ ആവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ സ്റ്റെപ്സ് നോക്കാം. മൾട്ടിപ്ലൈ ഈച്ച് ഇക്വേഷൻ ബൈ എ സ്യൂട്ടബിൾ നമ്പർ സോ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വൺ ഓഫ് ദ വേരിയബിൾസ് ആർ ഓപ്പോസിറ്റ്സ്. അതായത് ഇതിൻ്റെ വേരിയബിൾസിനെ നമുക്ക് കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനെ ഒരു നമ്പർ വെച്ചിട്ട് അതിൻ്റെ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് x + y = 15 എന്ന് കിട്ടി, 4x + 2y = 50 എന്ന് കിട്ടി. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ചെറിയ ഇക്വേഷനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എക്സിൻ്റെ ടേം സെയിം ആക്കാൻ പറ്റുമോ നോക്കാം. എക്സിൻ്റെ ടേം സെയിം ആക്കണമെങ്കിൽ നമ്മളിവിടെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? എക്സിൻ്റെ ടേം എത്രയാണ്? 4 ആണ്. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4x + 4y = 15 × 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി വൈയുടെ ടേം നമുക്ക് ഒരേപോലെ വരുത്തണം. വൈയുടെ ടേമാണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ആണ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എഴുതി വെക്കണം. വൈയുടെ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് നോക്കാം 2 ആണ്. അപ്പോൾ 2 തന്നെ മുകളിലും വരണം. ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ചെറിയ നമ്പർ വെച്ച് ചെയ്യുന്നതല്ലേ എളുപ്പം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനെ എടുത്തെഴുതാം. അതിനെ സെക്കൻഡ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് നോക്കാം. അത് എത്രയാണ്? 2. അപ്പോൾ 2 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ 2 എന്ന നമ്പർ കൊണ്ട്, സ്യൂട്ടബിൾ നമ്പർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, സെക്കൻഡ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ എന്ത് കിട്ടത്തുള്ളൂ? വൈയുടെയും രണ്ട് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യൻസ് സെയിം ആവത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം? x + y = 15, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എല്ലാ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x × 2 ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും, പ്ലസ് y × 2 ചെയ്താൽ 2y എന്ന് കിട്ടും. സോ 15 × 2 ചെയ്താൽ 30 എന്ന് കിട്ടും. ഇക്വേഷൻ 3 ഒരെണ്ണം ഫോമായി. മനസ്സിലായല്ലോ? ഇതാണ് ന്യൂ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി ഈ ഒരു ഇക്വേഷൻ ആക്കി. ഇനി നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ തന്നെ എടുത്ത് എഴുതാം. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ നോക്കിയേ, വൈയുടെ കോഎഫിഷ്യൻസ് സെയിം ആയല്ലോ. അപ്പോൾ നമുക്ക് y എന്നുള്ള ആ ഒരു ടേമിനെ ഒഴിവാക്കി കളയാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്ത് ചെയ്താൽ മതി? രണ്ടിടത്തും പോസിറ്റീവ് ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. രണ്ട് സ്ഥലത്തും. നേരത്തെ കേസിൽ എന്തായിരുന്നു? ഒരിടത്ത് പ്ലസും ഒരിടത്ത് മൈനസ് ആയിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നോക്കി രണ്ട് സ്ഥലത്തും പോസിറ്റീവ് നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? വലിയ നമ്പേഴ്സിൽ നിന്ന് ചെറിയ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യും. സോ ഇക്വേഷൻസ് ഒന്ന് മാറ്റി എഴുതാണ്. 4x + 2y = 50. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. മൈനസ് അടുത്ത ഇക്വേഷൻ ഏതാണ്? 2x + 2y = 30. തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് തേർഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് സയൻസിലൊന്നും ഒരു മാറ്റവും വരില്ല. സൈനൊന്നും നമുക്ക് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ വളരെയധികം കൺസിഡർ ചെയ്യണം. മൈനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴത്തെ ഇക്വേഷൻ്റെ ഓരോ ടേമിൻ്റെയും
സൈൻ മാറും. അതായത് ഇവിടെ ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ ഓരോ ടേം നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും അവിടെ ഇടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഓരോ ടേം നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വന്നിരിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷന്റെ സബ്ട്രാക്ട് ചെയ്യുന്ന ആ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഓരോ ടേമിന്റെയും സൈൻ മാറ്റി കൊടുക്കണം. മൈനസ് ഇവിടെ എന്ത് വരും? ഇവിടെ പ്ലസ് 2x ആയിരുന്നു, അത് മൈനസ് 2x ആവും. ഇവിടെ പ്ലസ് 2y ആയിരുന്നു, അത് മൈനസ് 2y ആവും. ഇവിടെ പ്ലസ് 30 ആയിരുന്നു, ഇവിടെ മൈനസ് 30 ആവും. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, then 4x minus 2x എത്രയായിരിക്കും? 2x തന്നെ വരും അല്ലേ? 4x minus 2x എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. ഇവിടെ വലുത് 4x ആണ്. സോ 4x നിന്ന് 2x കുറയ്ക്കുമ്പോൾ 4 minus 2 എത്രയാണ്? 2 തന്നെ വരും. വലുത് എന്ന് പറയുന്നത് 4x ആണ്, അതിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. സോ 2x എന്ന് കിട്ടി, പോസിറ്റീവ് നമ്പർ തന്നെ കിട്ടി. നെക്സ്റ്റ് നോക്കാം, പ്ലസ് 2yയും മൈനസ് 2yയും ക്യാൻസൽ ആയി പോകും അല്ലേ? ഓപ്പോസിറ്റ് സൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. സോ ഇവിടെ എന്ത് വരും? 0 വന്നു. ദെൻ 50 minus 30, 50 minus 30 എത്രയാണ്? 20. ഓക്കെ, ദെൻ 2x എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 20 എന്ന് കിട്ടി. 2x is equal to 20. ക്ലിയർ ആണല്ലോ? 2x 20 ആണെങ്കിൽ x എത്രയായിരിക്കും വരാ? x എന്ന് പറയുന്നത് 20 divided by 2, x is equal to 10. ക്ലിയർ ആണല്ലോ? x എന്ന് പറയുന്നത് 10 ആയിട്ട് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത്രയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, x is equal to 10 ആണ്. സോ നമുക്ക് x plus y equal to എത്രയാണ്? 15 ആണല്ലോ. എക്സിന് 10 കൊടുത്തു കഴിഞ്ഞാൽ 10 plus y is equal to 15, y is equal to 15. 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 10 ആവും. സോ എത്രയാണ് ആൻസർ വരുന്നത്? 15 minus 10 എത്രയാണ്? 5. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി 10 ആണ്, വൈയുടെ വാല്യൂ കിട്ടി 5 ആണ്. അങ്ങനെ ഈ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തു എലിമിനേഷൻ മെത്തേഡിലൂടെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിന്റെ സ്റ്റെപ്സ് നിങ്ങൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ഈച്ച് ഇക്വേഷൻ ബൈ എ സ്യൂട്ടബിൾ നമ്പർ സോ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വൺ ഓഫ് ദ വേരിയബിൾ ആർ ഓപ്പോസിറ്റ്സ്. Add or subtract the equation to eliminate one variable. Solve for the remaining variable. Substitute back to find the other variable. നമ്മൾ ഇതൊക്കെ ഇവിടെ ചെയ്തു. ആദ്യം എന്ത് ചെയ്തു? കോഎഫിഷ്യൻസ് ചെക്ക് ചെയ്തു. കോഎഫിഷ്യൻസ് സെയിം അല്ല. കോഎഫിഷ്യൻസ് സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് സെയിം ആക്കാൻ വേണ്ടി ഒരു സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എലിമിനേഷൻ മെത്തേഡിനകത്തെ തേർഡ് എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് നോക്കാം, 2x plus 3y is equal to 21, 3x plus 4y is equal to 29. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഇക്വേഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് ഇക്വേഷനിലും എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം അല്ല, വൈയുടെ കോഎഫിഷ്യന്റും സെയിം അല്ല. അങ്ങനെ കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് കിട്ടിയാൽ മാത്രമേ ആ രണ്ട് ഇക്വേഷൻസിനെ ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ നമുക്ക് ഏതെങ്കിലും ഒരു ടേം, വൈയുടെ ടേം ആണെങ്കിൽ വൈയുടെ ടേം എലിമിനേറ്റ് ചെയ്യുക, എക്സിന്റെ ടേം ആണെങ്കിൽ എക്സിന്റെ ടേം എലിമിനേറ്റ് ചെയ്ത് മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട്, അത് രണ്ട് കോഎഫിഷ്യന്റും ഡിഫറെന്റ് ആയതുകൊണ്ട് ഒരു സ്യൂട്ടബിൾ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇതിനെ എന്താ പറയുക സെയിം ആക്കാനും പറ്റുന്നില്ല. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക തന്നെയാണ് വേണ്ടത്. പക്ഷെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ഞാൻ സെയിം ആക്കാൻ പോകുന്നതെങ്കിൽ, ഇവിടെ ചെറിയ നമ്പേഴ്സ് എക്സിന്റെ കോഎഫിഷ്യൻസിലാണല്ലോ കിടക്കുന്നത്. 2ഉം 3യും 4നേക്കാളും 3നേക്കാളും അപേക്ഷിച്ച് ചെറിയ നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ ചെറിയ നമ്പേഴ്സ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഇവിടെ 2, 3 ഈ എക്സിന്റെ കോഎഫിഷ്യന്റിനെ ഞാൻ എന്ത് ചെയ്യാൻ, എക്സിന്റെ ടേമിനെയാണ് ഞാൻ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഫസ്റ്റ് ഇക്വേഷനെ, ഇക്വേഷൻ 1നെ എന്ത് സെക്കൻഡ് ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അതിവിടെ എന്താണ്? 3 ആണ്.
ഓക്കെ, ഇക്വേഷൻ വണ്ണിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1ലെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. ഇക്വേഷൻ 1ലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 2 ആണ്. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. രണ്ട് ഇക്വേഷൻസിൽ നിന്നും എക്സിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ നോട്ട് ചെയ്യാം. എക്സിന്റെ കോഎഫിഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇതിലത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഈ ഇക്വേഷനെ ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിലത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഈ ഇക്വേഷനെ ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ കിട്ടുന്നത്? ഇക്വേഷൻ 1നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഇക്വേഷൻ 1 2x ആണ് അല്ലേ? 2x ഇൻറ്റു 3 എത്രയാണ്? 6x പ്ലസ് 3y ഇൻറ്റു എത്രയാ? 3. അപ്പൊ എന്ത് വരും? 9y ഈക്വൽ ടു 21 ഇൻറ്റു 3 എത്രയാണ് വരുന്നത്? 63 അല്ലേ? 63. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന്റെ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റോടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ആരാണ്? 2 കൊണ്ടാണ്. സോ നമുക്ക് എന്ത് കിട്ടി? 6x പ്ലസ് 4y ഇൻറ്റു 2. 4y ഇൻറ്റു 2 എത്രയാണ്? 8y ഇസ് ഈക്വൽ ടു 29 ഇൻറ്റു 2. 29 ഇൻറ്റു 2 എത്രയാണ് വരുന്നത്? 58. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മളിവിടെ പുതിയ ഇക്വേഷൻസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇത് ഇക്വേഷൻ 3 ആൻഡ് ഇത് ഇക്വേഷൻ 4. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം നമ്മൾ ഫോം ചെയ്തു. എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായോ? കോഎഫിഷ്യൻസ് ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരു ടേമും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്യൂട്ടബിൾ നമ്പർ കണ്ടുപിടിച്ച് രണ്ടാമത്തെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റിനോട് ഈക്വൽ ആക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോഎഫിഷ്യൻസ് രണ്ട് ഇക്വേഷനിലെയും കോഎഫിഷ്യന്റ് എടുത്തിട്ട് പരസ്പരം മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിലത്തെ കോഎഫിഷ്യന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്തിട്ട് ഇത് ഈ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിലത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്തിട്ട് ഈ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേപോലെ തന്നെ വൈന്റെ കോഎഫിഷ്യന്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 4 ആണ്. 4 എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. 3 എടുത്തിട്ട് സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വൈയുടെ ടേം സെയിം ആയിട്ട് വരും. വൈ എന്നുള്ളതിന്റെ രണ്ട് ഇക്വേഷനിലും വൈന്റെ ടേം അപ്പൊ സെയിം ആയിട്ട് വരും. പക്ഷെ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് എക്സിന്റെ ടേം എടുത്തത്? ഇവിടെ കോഎഫിഷ്യൻസ് ചെറുത്, രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് ചെറിയ നമ്പേഴ്സ് വരുന്നത് എപ്പോൾ നമുക്ക് ചെറിയ നമ്പേഴ്സിൽ കാൽക്കുലേഷൻ ചെയ്യുന്നതായിരിക്കും ഈസി ആയിട്ട് വരുന്നത്. സോ നമ്മൾ കോഎഫിഷ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ നമ്പേഴ്സ് വരുന്നത് 2ഉം 3 ആയതുകൊണ്ടാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇൻഡു ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഈ ഇക്വേഷൻസ് നോക്കാം. ഈ ഇക്വേഷൻസിൽ സെയിം ആയിട്ട് വന്നിട്ടുള്ള രണ്ട് ടേം ഉണ്ട് അല്ലേ? എക്സിന്റെ ടേംസ് ഇവിടെ ഈ ഇക്വേഷനിൽ സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? താഴെ മൈനസ് വരണ്ടേ? സോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോ ഇക്വേഷൻസ് ഒന്നും കൂടി എടുത്ത് എഴുതാണ്. 6x പ്ലസ് 9y ഈക്വൽ ടു 63 മൈനസ് 6x പ്ലസ് 8y ഈക്വൽ ടു 58. ഓക്കെ, അപ്പോ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞിട്ടുള്ളത്? മൈനസ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? താഴത്തെ ഇക്വേഷനിലെ ഓരോ ടേമിന്റെയും സൈൻ മാറ്റി കൊടുക്കണം. സോ ഇവിടെ 6xന്റെ സൈൻ എന്താവും? പോസിറ്റീവ് 6x ആയിരുന്നു, അത് മൈനസ് xx ആയി. ദെൻ 8y ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, നമുക്കത് മൈനസ് ആക്കാം. ദെൻ 58 പോസിറ്റീവ് ആയിരുന്നു, അത് മൈനസ് ആക്കി. ഓക്കെ, എല്ലാത്തിന്റെയും സൈൻ മാറ്റി കൊടുക്കണം. എല്ലാത്തിനും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരിക താഴെയുള്ളതിന്റെ. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ താഴെയുള്ളതിന്റെ എല്ലാത്തിന്റെയും സൈൻ മാറ്റി കൊടുക്കണം. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. ക്ലിയർ ആണല്ലോ? തെറ്റിക്കരുത്. ദെൻ ഇവിടെ 6x മൈനസ് 6x വരുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോയി ഈ ടേം. ദെൻ 9y മൈനസ് 8y എത്രയാണ് വരുന്നത്? y 1y അല്ലേ?
9y minus 8y 1y is equal to 63 minus എത്രയാണ് 58. 63 minus 58 എത്ര വരുന്നത് 5 എന്ന് വന്നു. ഓക്കെ, അപ്പൊ വൈയുടെ വാല്യൂ എത്ര കിട്ടിയത് 5 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? വൈയുടെ വാല്യൂ 5 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യത്തെ ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും 1, 2 ഇക്വേഷനിൽ ഏതിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? 2x plus 3y equal to 21. ഇതിനകത്ത് 2x plus 3 വൈയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 5നെ കൊടുത്തു. ദെൻ 21. ദെൻ 2x plus 3 into 5 എത്രയാണ്? 15 equal to 21. ദെൻ 2xനെ ഇവിടെ നിർത്താം. 21 minus 15. X is equal to 21 minus 15. 21 minus 15 എത്രയാണ്? 6 ആണ് വരിക. ഓക്കെ, ദെൻ x എത്ര വരും? x is equal to 6/2. എത്ര വരും? 3. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. വൈയുടെ വാല്യൂ 5 ആണ്. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എലിമിനേഷൻ മെത്തേഡിന്റെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ 9th സ്റ്റാൻഡേർഡിന്റെ യൂണിറ്റ് 1 പെയർസ് ഓഫ് ഇക്വേഷൻസിന്റെ തിയറി പോർഷൻസ് എല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത്രേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഇക്വേഷൻ, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡിന്റെ ഒരു 3 കേസസ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഒരുപാട് എക്സസൈസ് പാർട്ട് ഉണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏതൊരു പെയർ ഓഫ് ഇക്വേഷൻ തന്നാലും നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതൽ കൺവീനിയന്റ് ഏത് മെത്തേഡ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ മെത്തേഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് മെത്തേഡ് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം, അല്ലെങ്കിൽ പേഴ്സണൽ മെയിൽ ID കൊടുക്കുന്നുണ്ട്, ആ മെയിലിലേക്ക് മെയിൽ ചെയ്താലും മതി. നിങ്ങളുടെ സജഷൻസ് ആണെങ്കിലും ഇനി ക്ലാസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഏത് സജഷൻ ആണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫാമിലി വലുതാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.